ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങാണ്. പ്ലസ് ടുവിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെക്ടർ ആൾജിബ്രയാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട്. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അതേപോലെ തന്നെ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ വെക്റ്റർ ക്വാണ്ടിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതേപോലെ തന്നെ ഡയറക്ഷൻ ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ടൈം പറയുന്ന സമയത്ത് നമ്മൾ എത്ര ഇപ്പോൾ സമയം എത്രയായി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ 2 മണിയായി അല്ലെങ്കിൽ 3 മണി എന്നൊക്കെ പറയാം. അതല്ലാതെ നമ്മൾ ഒരിക്കലും 2 മണി വലത്തോട്ടായി അല്ലെങ്കിൽ 2 മണി ഇടത്തോട്ടായി അങ്ങനെ നമ്മൾ പറയൂലല്ലോ, ഇല്ല. അതേപോലെ തന്നെ പക്ഷെ ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു വെലോസിറ്റി, ഫോഴ്സ് ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമ്മൾ പറയും വലത്തോട്ട് ഫോഴ്സ് ഇത്ര ഫോഴ്സ് കൊടുത്തു, ഇത്ര ന്യൂട്രൺ ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പോ വെലോസിറ്റി പറയുകയാണെങ്കിലോ വെലോസിറ്റി നമ്മൾ എന്താ പറയാ ഇത്ര മീറ്റർ പെർ സെക്കൻഡ് ഇന്ന ഡയറക്ഷനിലേക്ക് പോയി എന്ന് നമ്മൾ പറയും അല്ലെ. ഓക്കെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത. വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ മാഗ്നിറ്റ്യൂഡും പറയും, അതേപോലെ തന്നെ ഡയറക്ഷനും പറയും. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വെക്ടറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടർ എന്താ നമ്മള് ഒരു ത്രീ ഡി ആയിട്ടുള്ള ഒരു ത്രീ ഡി സ്പേസ് കൺസിഡർ ചെയ്യാണ്. 3D ആയിട്ടുള്ള സ്പേസ് കൺസിഡർ ചെയ്തു. അതിന് XYZ ആക്സിസുകൾ ഉണ്ട്. ഓക്കെ. XYZ ആക്സിസുകൾ ഉണ്ട്. ഈ ഒരു XYZ ആക്സിസിൽ നിന്നിട്ട് അതിന്റെ ഒറിജിനിൽ XYZ ആക്സിസിന്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ P എന്ന പോയിന്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള P എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരു വെക്ടർ കൺസിഡർ ചെയ്യാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പൊസിഷൻ വെക്ടർ എന്ന് പറയും. അതായത് 3D ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിലേക്ക് നമ്മൾ ഒറിജിനിൽ നിന്നിട്ട് നമ്മൾ ഒരു ലൈൻ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു വെക്ടർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെക്ടർ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഈ പൊസിഷൻ വെക്ടർ ഓക്കെ. 1 മിനിറ്റ്. ഓക്കെ. ചെറിയൊരു ഇഷ്യൂ വന്നതാണ് കേട്ടോ, സോറി. അപ്പോൾ പൊസിഷൻ വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 3Dയിൽ നമ്മൾ ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്? ഒരു പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. പൊസിഷൻ വെക്ടർ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഇപ്പൊ ആ പോയിന്റ് നമ്മൾ വരയ്ക്കുന്ന പോയിന്റ് XYZ ആണ്, XYZ എന്ന് പറയുന്ന പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ OP എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം XI പ്ലസ് YJ പ്ലസ് ZK എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ്? പ്ലസ് YJ പ്ലസ് ZK. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു P എന്ന് പറയുന്ന പോയിന്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OP എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് I പ്ലസ് 2G പ്ലസ് 3K എന്ന് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഒരു വെക്ടറിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്ടർ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, പൊസിഷൻ വെക്ടറിനെ എങ്ങനെയാണ്
റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇനി അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ പഠിക്കാം? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നീളമാണ്. ഈ കാണുന്ന ഈ പൊസിഷൻ വെക്ടറിന്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്കെയിലർ കമ്പോണൻസ് ഉണ്ടല്ലോ, ഈ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസ്, അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന സ്കെയിലർ കമ്പോണൻസ് ഉണ്ടല്ലോ, അതിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് അതിന്റെ റൂട്ട് എടുക്കാൻ മതി. അതായത് ഒ പി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒ പി എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഐ പ്ലസ് 2j പ്ലസ് 3k ആണെന്ന് വിചാരിക്കാം. 2j പ്ലസ് 3k ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒ പി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആയിരിക്കും. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് 4 പ്ലസ് 9 ആയിരിക്കും. അതായത് റൂട്ട് 14 ആയിരിക്കും. ഓക്കെ, റൂട്ട് 14 ആയിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്താണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അത് ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് 1 2 3. 1 2 3 എന്ന് പറയുന്ന വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 1 2 3 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. എന്താണ്, ഒരു 3D നമ്മൾ 1 2 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റിലേക്ക് നമ്മളൊരു വെക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ വെക്ടറിന്റെ അപ്പോൾ ഒരു പോയിന്റിലേക്ക് നമ്മളൊരു വെക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ വെക്ടർ എന്താണ് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? I പ്ലസ് 2j പ്ലസ് 3k ആണ്. അതായത് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് അതിന്റെ സ്കെയിലർ കമ്പോണൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡയറക്ഷൻ കൊസൈൻസ്? ഡയറക്ഷൻ കൊസൈൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആംഗിൾ തന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത് L is equal to cos alpha, M is equal to cos beta, and N is equal to ഗാമ. ഈ ആൽഫയും ബീറ്റയും ഗാമയ്ക്ക് എന്താണ്? നമ്മളൊരു 3D കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 3Dയിലേക്ക് നമ്മളൊരു വെക്ടറിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വെക്ടർ എക്സുമായിട്ട് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആൽഫ എന്നും, അതുപോലെ തന്നെ വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ ബീറ്റ എന്നും, സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഗാമ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ തന്നിട്ട് നമ്മളോട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് L is equal to cos alpha, M is equal to cos beta, N is equal to cos gamma വെച്ച് ചെയ്യലാണ്. ഇനി മറിച്ച് നമ്മളോട് ഡയറക്ഷൻ കൊസൈൻസ് തന്നിട്ട് ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടാണ് നമ്മളോട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമല്ല, നമ്മളുടെ വെക്ടറിന്റെ സ്കെയിലർ കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ തന്നിട്ട് നമ്മളോട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ I പ്ലസ് 2j പ്ലസ് 3k എന്ന് പറഞ്ഞിട്ട് വെക്ടർ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിലർ കമ്പോണൻസ് ആയ 1 2 3 ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ചിലപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ എം എൻ എന്ന് പറയുന്ന ഡയറക്ഷൻ എൽ എന്ന് പറയുന്നത് a ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറും m is equal to b ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആൻഡ് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തതായിട്ട് കമ്പോണൻസ് ഓഫ് വെക്ടർ. കമ്പോണൻസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്ടറിനാണ് നമ്മൾ വിളിക്കുന്നത്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഐ എന്നും, അതേപോലെ ഐ ക്യാപ്പ് എന്നും, അതേപോലെ തന്നെ വൈ ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ജെ ക്യാപ്പ് എന്നും, അതേപോലെ സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്ന യൂണിറ്റ് വെക്ടർ നമ്മൾ കെ ക്യാപ്പ് എന്നുമാണ് വിളിക്കാം. ഈ ഐ ക്യാപ്പ്, കെ ക്യാപ്പ്, ജെ ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതിന്റെ നീളം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെ അതിനാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പം എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്ടർ വൈ ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്നത് നമ്മൾ ജെ എന്നും, അതേപോലെ തന്നെ സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്നത് നമ്മൾ കെ എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഐ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ കാണാം? ഈ ഐന്റെ ഡയറക്ഷൻ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ കോസ്
ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ ഒരു വെക്ടർ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആൽഫ എന്തായിരിക്കും? ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ് ആക്സിസിനോട് എക്സ് ആക്സിസ് എന്ന് പറയുന്ന എക്സ് ആക്സിസിന്റെ സെയിം ഡയറക്ഷനിൽ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഐ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാലോ എക്സ് ആക്സിസ് മറ്റ് ZY ആക്സിസുമായിട്ട് എന്താണ് പെർപെൻഡിക്കുലർ ആയത്, അതായത് അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതായത് കോസ് ബീറ്റയും അതേപോലെ തന്നെ കോസ് ഗാമയും എന്തായിരിക്കും? കോസ് ബീറ്റയും കോസ് ഗാമയും 90 ഡിഗ്രി ആയിരിക്കും. കോസ് 90 പറയുന്നത് 0 ആണ്. അപ്പോ കോസ് 90 വരുന്ന ആൽഫ ബീറ്റയും ഗാമയും എന്താകും? കോസ് ബീറ്റയും കോസ് ഗാമയും 0 ആയിട്ട് പോകും. അതേപോലെ തന്നെ കോസ് ആൽഫ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? കമ്പോണൻസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് എന്ത് കണ്ടുപിടിക്കുക? സെഡും ജെ ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സെഡും ജെ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കമ്പോണൻസ് നമുക്ക് കിട്ടും. ബേസിക്കലി കമ്പോണൻസ് എന്ന് പറയുന്നത് ആൽഫ ഹൈ ക്യാപ്പിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് 1 0 0, ജി ക്യാപ്പിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് 0 1 0യും അതേപോലെ തന്നെ സെഡിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് 0 0 1 ആണ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് അഡീഷൻ ആണ്. ഓക്കെ, അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് എ എന്ന് പറയുന്ന വെക്ടർ A1യും അതേപോലെ തന്നെ A1i പ്ലസ് B1j പ്ലസ് 1kയും അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വെക്ടർ A2iയും A2i പ്ലസ് B2j പ്ലസ് B2k ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ ആഡ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഓക്കെ, അപ്പോ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്കെയിലർ കമ്പോണൻസ് എയുടെയും ബിന്റെയും സ്കെയിലർ കമ്പോണൻസ്, അതായത് ഐന്റെ കോഎഫിഷ്യന്റ് കമ്പോണൻസ് അതേപോലെ ബിന്റെ ജെന്റെ കമ്പോണൻസും കെന്റെ കമ്പോണൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി കിട്ടും. അതേപോലെ തന്നെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ എന്ത് ചെയ്താൽ മതി? നമ്മൾ മൈനസ് ചെയ്താൽ മതി. എയിൽ നിന്ന് A1ൽ നിന്ന് A2 മൈനസ് ചെയ്യുക, B1ൽ നിന്ന് B2 മൈനസ് ചെയ്യുക, C1ൽ നിന്ന് C2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി കിട്ടും. ഇനി എയും ബിയും ഈക്വൽ ആണെന്ന് നമ്മൾ എപ്പോഴാണ് രണ്ട് വെക്ടറും ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിലർ കമ്പോണൻസ് എന്തായിരിക്കണം? അതിന്റെ സ്കെയിലർ കമ്പോണൻസ് ആയിട്ടുള്ള A1 A2 അതായത് ഐന്റെ കമ്പോണൻസ് ബിന്റെ കമ്പോണൻസ് സിന്റെ കമ്പോണൻസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിലർ കമ്പോണൻസ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഓപ്പൺ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ കോമ്പണന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കെ ഐ പ്ലസ് ബി ജെ പ്ലസ് കെ സി കെ എന്ന് വരും. അതായത് നമ്മൾ ഒരു വെക്ടറിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കമ്പോണൻസുമായിട്ടും അതിനെ ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ രണ്ട് ലൈനിനെ കൺസിഡർ ചെയ്തു വിചാരിക്കാം. L1 എന്ന് പറയുന്ന ഒരു ലൈനും L2 എന്ന് പറയുന്ന ഒരു ലൈനും കൺസിഡർ ചെയ്തു. ഇത് രണ്ടും കൊളീനിയർ വെക്ടർ ആണ് എന്ന് നമ്മൾ പറയുന്നത്. കൊളീനിയർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരേ ഡയറക്ഷനിൽ പോകുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ട് നമ്മൾ പറയുന്നത് കൊളീനിയർ വെക്ടേഴ്സ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്കെയിലർ കോമ്പോണൻസിന്റെ റേഷ്യോ ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. സ്കെയിലർ കോമ്പോണൻസിന്റെ റേഷ്യോ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അവ എന്തായിരിക്കും? ഒരു കൊളീനിയർ വെക്ടർ അല്ലെങ്കിൽ പാരലൽ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ L1 L2 എന്ന് പറയുന്നത് രണ്ട് ലൈൻ തന്നിട്ട് നമ്മളോട് കൊളീനിയർ വെക്ടർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മതി? A1 by A2 is equal to B1 by B2 is equal to C1 by C2. അതായത് കമ്പോണൻസ് സ്കെയിലർ കമ്പോണൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിലർ കമ്പോണൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. നമ്മൾ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് യൂണിറ്റ് വെക്ടർ എന്താണെന്നാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് i+2j+3k ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് പറയാണ് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി, അതിന്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, ഈ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് വെക്ടർ കിട്ടും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ, കൺസിഡർ ഒരു വെക്ടർ തന്നിട്ടുണ്ട്. എന്താണ് വെക്ടർ എ? വെക്ടർ എ ഇസ് ഈക്വൽ ടു 3i+2j+2k ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, √(x²+y²+z² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതായത് എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് √(3² + 2² + 2² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കിട്ടും. ഇനി ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. എ വെക്ടറുടെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ വെക്ടറിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, എന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. എന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, എന്റെ എ എന്ന് പറയുന്ന വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. ഓക്കെ, അതിന്റെ ആൻസർ എന്താണെന്ന് നോക്കി നോക്കാം. ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. എന്താണ് നോക്കാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം, √(a²+b²+c² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ എ എന്താണ്, 3 ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് 2 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3² + 2² ചെയ്തിട്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടിയടാ, മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി അതിന്റെ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ ആ വെക്ടറിനെ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ വെക്ടർ എന്തായിരുന്നു, 3i+2j+2k ആയിരുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചത് എന്തായിരുന്നു, √17 ആയിരുന്നു. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് വെക്ടറിന്റെ എന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് എ ഇസ് ഈക്വൽ ടു 2i+j+3k യും ബി എന്ന് പറയുന്നത് 3i−2j+k യും ആണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന്റെ കമ്പോണൻസിനെ ആഡ് ചെയ്യും മൈനസ് ചെയ്യുകയും ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, ഓക്കെ, എ എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിനെ രണ്ടിനെയും പ്ലസ് ചെയ്യുക, ഇതിനെ രണ്ടിനെയും പ്ലസ് ചെയ്യുക, അതേപോലെ ഇതിനെ രണ്ടിനെയും പ്ലസ് ചെയ്യുക. അതായത് 2 + 3i + 1 + -2j + 3 + 1k ചെയ്താൽ മതി. അതായത് നമുക്ക് എന്ത് കിട്ടും, 2 + 3 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടും. 1 - 2 എന്ന് പറയുമ്പോൾ നമുക്ക് -j എന്ന് കിട്ടും. അതേപോലെ 3 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് k എന്ന് കിട്ടും. ഇനി a - b എന്താ, എങ്ങനെ ചെയ്യാം, a - b ചെയ്യാൻ വേണ്ടിയിട്ട് എയിൽ നിന്ന് ബിന്റെ കമ്പോണൻസിനെ മൈനസ് ചെയ്താൽ മതി. അതായത് 2 - i എന്ന് പറയുമ്പോൾ നമുക്ക് -i എന്ന് കിട്ടും. 1 - -2 എന്ന് പറയുമ്പോൾ മൈനസ് കൂടി പ്ലസ് ആയിട്ട് നമുക്ക് 3g എന്ന് കിട്ടും. അതേപോലെ തന്നെ 2 - 1k എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താണ്, നമുക്ക് 2k എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അടുത്ത ക്വസ്റ്റ്യൻ വെരി ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, എന്താണ്, if a vector a is a unit vector and എന്താണ് x - a dot x plus a ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എ എന്ന് പറയുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് എ അതേപോലെ ഡോട്ട് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്, എക്സ് മൈനസ് എ ഡോട്ട് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്, 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എ മൈനസ്, അതായത് ഇവിടെ മൈനസ് എ എന്നതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്, മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എ കിട്ടും. അതായത് ഈ എക്സ് ഇൻറ്റു എ എന്ന് പറയുന്നതും എ ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ രണ്ടും എന്തായാലും ക്യാൻസൽ ആയി പോകും. കാരണം ഒന്ന് പ്ലസ് എക്സിന്റെ എയും ഒന്ന് മൈനസ് എ ഇൻറ്റു എക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താ,
എക്സ് ഡോട്ട് എ ഉണ്ട്, എക്സ് ഡോട്ട് എക്സ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് ഉണ്ട്, അതുപോലെ തന്നെ എ ഇൻറ്റു എ ഉണ്ട്. ഇനി ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എ ഇൻറ്റു വെക്ടർ എ ഇൻറ്റു വെക്ടർ എ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്, എന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എന്തായിരിക്കും, അത് എക്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആക്കും, എക്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ആക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടപ്പെടാം, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ മൈനസ് എ ഇൻറ്റു എ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. ഇനി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്, യൂണിറ്റ് വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. 1ന്റെ സ്ക്വയർ എന്തായിരിക്കും, അതും 1 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. ആ മൈനസ് 1നെ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ ഇക്വൽ ടു 9 എന്ന് കിട്ടും. ദെൻ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റൂട്ട് സ്ക്വയറിനെ ഒഴിവാക്കുമ്പോൾ അപ്പുറത്ത് നമ്മൾ റൂട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ഓർ മൈനസ് 3 ആണ്. നമുക്ക് എന്ത് കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ, ഫൈൻഡ് എ വെക്ടർ ഇൻ ഡയറക്ഷൻ ഓഫ് എ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 10. അതായത് എ എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുള്ളത് 3i + 2j + 2k ആണെന്ന് തന്നിട്ടുണ്ട്. അതേ വെക്ടറിന്റെ ഡയറക്ഷനിൽ 10 മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റുള്ള വെക്ടർ, വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെ കിട്ടും. അതിന് രണ്ടുകൊണ്ട് ഇത് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ വെക്ടറിന്റെ ഡയറക്ഷൻ ടെണ്ണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 10നെ എന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, എന്റെ വെക്ടർ തന്നിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, 3 + 2j + 2k ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, റൂട്ട് 3² + 2² + 2² ചെയ്താൽ മതി. അത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം, റൂട്ട് 17 എന്ന ആൻസർ കിട്ടും. അപ്പൊ യൂണിറ്റ് വെക്ടർ, അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമുക്ക് എന്ത് കിട്ടും, 3i + 2j + 2k ഡിവൈഡഡ് ബൈ റൂട്ട് 17 എന്ന് കിട്ടും. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതേ ഡയറക്ഷനിലുള്ള എ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കിട്ടും. ആൻഡ് അതിന്റെ പ്രത്യേകത എന്തായിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ, രണ്ട് വെക്ടർ ഈക്വൽ ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആ വെക്ടറിന്റെ ഓരോ കമ്പോണൻസും ഇപ്പോ ഐന്റെ കമ്പോണൻസ്, അതേപോലെ തന്നെ ജെന്റെ കമ്പോണൻസും കെന്റെ കമ്പോണൻസും പരസ്പരം ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, രണ്ട് വെക്ടർ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് അതിന്റെ സ്കെയിലർ കമ്പോണൻസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്, xi + 2j + zk ആണ് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, എന്താണ്, 2i + yj + k ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് വാല്യൂസ് ഓഫ് xyz കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് കണ്ടീഷൻ തന്നിട്ടുള്ളത് ഈ രണ്ട് വെക്ടറും ഈക്വൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എങ്ങനെയാന്ന് പറയാം. എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, 2നോട് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ y എന്ന് പറയുന്നത് 2നോട് ഈക്വൽ ആയിരിക്കും. ആൻഡ് z എന്ന് പറയുന്നത് ഈ കെന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 1നോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആൻസർ ആണെന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൊളീനിയറുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളീനിയർ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പോണൻസ് എന്തായിരിക്കും, സ്കെയിലർ കമ്പോണൻസ്, അതിന്റെ റേഷ്യോ, സ്കെയിലർ കമ്പോണൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കണം. നമുക്ക് രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വെക്ടർ എന്ന് പറയുന്നത് 2i - 3j + 4k, രണ്ടാമത്തെ വെക്ടർ -4 + 6j - 8k ആണ്. അത് കൊളീനിയർ ആണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, കാണിച്ചു തരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 2 / -4 is equal to -3/6 is equal to 4/-8. അത് പ്രൂവ് ചെയ്താൽ മതി. അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നോക്ക്, നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു
കമ്പോണൻസിന് സ്കെയിലർ കമ്പോണൻസിന്റെ റേഷ്യോ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ റേഷ്യോ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടടാ, 2/-4 എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് -1/2 ആണ്. അതേപോലെ തന്നെ -3/6 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, -1/2 ആണ്. 4/-8 എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, -1/2 ആണ്. അതായത് നമുക്ക് പറയാം ഈ വെക്ടേഴ്സ് എന്താണ്, കൊളീനിയർ ആണെന്ന് പറയാം. കാരണം അവരുടെ സ്കെയിലർ കമ്പോണൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈക്വൽ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ടോപ്പിക്കാണ്, അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാം. എന്താണ് വെക്ടർ ജോയിനിങ് ടു പോയിന്റ്സ്? എന്താണ് വെക്ടർ ജോയിനിങ് ടു പോയിന്റ്സ്? ഒരു 3D സ്പേസിൽ നമുക്ക് രണ്ട് പോയിന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു വിചാരിക്കുക, രണ്ട് പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്തു. ആ രണ്ട് പോയിന്റ്സിനെയും കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ വെക്ടറിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആ ലൈനിന്റെ വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നിട്ടുണ്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതിന്റെ x1 y1 z1, q എന്ന് പറഞ്ഞിട്ട് x2 z ആണെങ്കിൽ പി ക്യു എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈസിയാണ്, ഒന്നുമില്ല. പി ക്യു എന്ന് പറയുന്ന വെക്ടർ ഈസ് ഈക്വൽ ടു x2 - x1i പ്ലസ് y2 - y1j പ്ലസ് z2 - z1k ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി ക്യു എന്ന് പറയുന്ന വെക്ടർ നമുക്ക് കിട്ടും. ഓക്കെ, ഈസി അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാലോ. വെക്ടർ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, എന്താണ് 2 3 0 ആണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ട് -2 -1 -2 -4 ആണ്. ഡയറക്റ്റഡ് ഫ്രം പി ടു ക്യൂ, പിയിൽ നിന്ന് ക്യൂവിലേക്കാണെന്ന് പറയുന്നത് വെക്ടർ എന്ന് പറയുന്നത്, പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് വെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ നമുക്ക് ലൈനിന്റെ വെക്ടറിനെ നമുക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെയാ? x2 - x1i പ്ലസ് y2 - y1j പ്ലസ് z2 - z1k. അതെന്താണ്? x2 x1 ഒക്കെ എന്താ? x2 എന്ന് പറയുന്നത് -1 ആണ്, x1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പം -1 - 2i പ്ലസ് -2 - 3 പ്ലസ് 3j പ്ലസ് -4 - 0k എന്ന് കിട്ടും. അതായത് -1 - 2 എന്ന് പറയുമ്പോൾ -3i എന്ന് കിട്ടും. -2 - 3j എന്ന് പറയുന്നത് എന്ത് കിട്ടും? -5j എന്ന് കിട്ടും. അതേപോലെ തന്നെ -4ൽ നിന്ന് -0 ചെയ്യുമ്പോൾ -4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -3j -3i പ്ലസ് 5j -4k എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുലയാണ്. എന്താണ് സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ഒരു ഒറിജിനിൽ നിന്ന് വരുന്ന പോയിന്റ്സിനെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒറിജിനിൽ നിന്ന് പോകുന്ന വെക്ടേഴ്സിനെ നമ്മൾ പറഞ്ഞു പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ നമ്മളിവിടെ രണ്ട് പൊസിഷൻ വെക്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെക്ടർ, രണ്ട് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റ് ആണ് ഈ എന്തെന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ആർ എന്ന് പറയുന്ന പോയിന്റ് ഈ എനെയും ബിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, അതിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ആർ എന്ന് പറയുന്നത് ഇവിടെ ഈ പോയിന്റിൽ എനെയും ബിന്റെയും ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈനെ കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏതൊരു റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്? m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഇന്റേണലി കട്ട് ചെയ്യുന്ന പറയാം. ഇന്റേണലി സെക്ഷൻ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു, അതായത് ഈ കട്ട് ചെയ്യുന്ന ഇക്വേഷൻ, കട്ട് ചെയ്യുന്ന ഈ ഒരു വെക്ടർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ഡിവൈഡഡ് ബൈ പ്ലസ് എന്ന എം എന്ന് പറയുന്നത് എന്താണ്? അത് റേഷ്യോ ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് ഈ വെക്ടറിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. m×n പ്ലസ് n×a ഡിവൈഡഡ് ബൈ m പ്ലസ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണലി എന്താ സെക്ഷൻ ഫോർമുല, ഇന്റേണലി കട്ട് ചെയ്യുന്ന ഒരു ആർ വെക്ടറിന്റെ വെക്ടർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എക്സ്റ്റേണലി ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണലി ആണ് കേട്ടോ. ഇത് എക്സ്റ്റേണലി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, ബി എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. ഇത് ഒറിജിനലിൽ നിന്നാണ് പോകുന്നത്, അതായത് പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ആർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അത് എക്സ്റ്റേണലി ആണ് ആരെ കട്ട് ചെയ്യുന്നത്? എ എന്ന് പറയുന്നത് എനെയും ബിനെയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈനെ കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്റ്റേണലി ആറിന്റെ ഫോമിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? m_b - na ഡിവൈഡ് ബൈ m - n എന്ന് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെ പ്ലസ് ഉള്ളിടത്ത് ഇവിടെ മൈനസ് ആണ്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? position vector of a point R which divides the line joining 2 points P and Q, whose position vectors are I plus 2j minus k and minus I plus j plus k respectively in the ratio
2:1 ആണ് പറഞ്ഞിട്ടുണ്ട്. ഇന്റേണലിയും കണ്ടുപിടിക്കണം, എക്സ്റ്റേണലിയും കണ്ടുപിടിക്കണം. അതായത് ക്വസ്റ്റ്യനിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. P എന്നും Q എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നുകൂടെ വരക്കാം. പി ക്യു എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിന്റ്സ് ഉണ്ട്. പി ക്യു എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഈ പി ക്യു എന്ന് പറയുന്ന പോയിന്റിന് ആർ എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പിക്കും ക്യൂയിലേക്കും പോകുന്ന പൊസിഷൻ വെക്ടേഴ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, പിയിലേക്കും ക്യൂയിലേക്കും പോകുന്ന പൊസിഷൻ വെക്ടേഴ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇൻ ദ റേഷ്യോ 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M:N എന്ന് പറയുന്നത് എന്താണ്, 2:1 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, ആൻസർ എന്ന് പറയുമ്പോൾ ഇത്രയൊരു സിമ്പിൾ ആണ്. എന്താണ്, നമുക്ക് എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ M:N എന്ന് പറയുന്നത് 2:1 ആണ്, അതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇന്റേണലി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. ഇന്റേണലി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MB + NA ഡിവൈഡഡ് ബൈ M + 1 ആണ്. അതായത് M എന്ന് പറയുന്നത് എന്താ, 2 ആണ്. M എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ M × B വെക്ടർ, M × B വെക്ടർ പ്ലസ് N × A വെക്ടർ ഡിവൈഡഡ് ബൈ M + N ആയിട്ടുള്ള 2 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം, ഇതിനെ ഈ ഒരു വെക്ടറായിട്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പോണൻസിനെ നമ്മൾ ഇൻഡ്യൂ ചെയ്യണം. നമുക്ക് -2i + 2j + 2k പ്ലസ് ഇനി 1നെ എന്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മാറ്റൊന്നും വരാനില്ല. നമുക്ക് എന്ത് കിട്ടും, i + 2j - k എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 + 1 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. അതായത് ഇന്റേണലി കട്ട് ചെയ്യുന്ന ആറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, -i + 4j + k ഡിവൈഡഡ് ബൈ 3 ആണെന്ന് കിട്ടും. ഇനി എക്സ്റ്റേണലി ആണെങ്കിലോ, എക്സ്റ്റേണലി ആണെങ്കിൽ കണ്ടോ, എക്സ്റ്റേണലി ആണെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്താണെന്ന് അറിയാം, MB - NA ഡിവൈഡഡ് ബൈ NA ആണെന്ന് നമുക്കറിയാം. അതായത് ഈക്വൽ ടു 2 × B വെക്ടർ എന്ന് പറയുന്നത് -1 + j + k ആണ്. അതായത് മൈനസ് ഉണ്ട് അവിടെ, -1 × i + 2j - k ഡിവൈഡഡ് ബൈ M - N ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 - 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് ഇൻഡ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, -2i + 2j + 2k - i + 2j - k എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് എക്സ്റ്റേണലി കട്ട് ചെയ്യുന്ന ആരുടെ ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് മനസ്സിലായി, -3i + 3k ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്ടറിന്റെ രണ്ട് രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തത് ഡോട്ട് പ്രൊഡക്റ്റും രണ്ടാമത്തത് ക്രോസ് പ്രൊഡക്റ്റും ആണ്. അതിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A dot B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A dot B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു cos θ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു cos θ തന്നെയാണ് നമ്മൾ A dot B എന്ന് പറയുന്നത്. ഈ A dot ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് വെക്ടേഴ്സ് ആണ്, AB എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ഇടയിലുള്ള ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ആംഗിൾ കണ്ടുപിടിക്കാം, ഈ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B നെ പുറത്തേക്ക് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, cos θ ഈക്വൽ ടു A dot B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ സിമ്പിൾ ആണ്. എ ഡോട്ട് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എ എന്ന് പറയുന്ന വെക്ടർ A1i + B1j + C1kയും ബി എന്ന് പറയുന്ന വെക്ടർ A2i + B2j + E2kയും ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇതിന്റെ കോഎഫിഷ്യന്റ് ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് മതി. ഓക്കെ, അപ്പൊ അതായത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 × A2 + B1 × B2 + C1 × C2 ആണ് എന്തെന്ന് പറയുന്നത് എ ഡോട്ട് ബി എന്ന് പറയുന്നത്. എ ഡോട്ട് ബിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡെഫിനേഷൻ പറയാൻ പറ്റും. ഒന്നാമത്തത് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു cos θ ആണെങ്കിൽ രണ്ടാമത്തത് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ്. അതായത് A1 A2 + B1 B2 + C1 C2 ആണ്. ഇതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. cos θ ഈക്വൽ ടു A dot B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ്. ഓക്കെ, ഇനി ഈ ഡോട്ട് പ്രൊഡക്റ്റിനെ കുറച്ച്
എന്തുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് എ ഡോട്ട് ബി ഗിവ്സ് സ്കെയിലർ പ്രൊഡക്റ്റ്. അതായത് എ ഡോട്ട് ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സ്കെയിലർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് എ ഡോട്ട് ബി, എയും ബിയും എന്താണ് വെക്ടേഴ്സ് ആണ്, പക്ഷെ അതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സ്കെയിലർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് അതിന് നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടാവില്ല. ഓക്കെ, ഇനി എ ഡോട്ട് ബി സീറോ ആവും. എപ്പോഴാണ് എ ഡോട്ട് ബി സീറോ ആക്കുക? നിങ്ങളൊന്ന് ആലോചിച്ചോളാം. എ ഡോട്ട് ബി എപ്പോഴാണ് സീറോ ആക്കുക? ഇവിടെ നമുക്ക് കോസ് തീറ്റ സീറോ ആവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് എ ഡോട്ട് ബി സീറോ ആവാന്ന് പറയാൻ പറ്റുക. കോസ് തീറ്റ സീറോ ആവുന്ന കേസ് എപ്പോഴാണ്? തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്താണ് കോസ് തീറ്റ സീറോ ആവാം. അതായത് എ ഡോട്ട് ബി സീറോ ആവണമെന്നുണ്ടെങ്കിൽ എയും ബിയും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആ കേസിലാണ് നമുക്ക് എ ഡോട്ട് ബി സീറോ ആണെന്ന് പറയാൻ പറ്റുക. ഇനി എ ഡോട്ട് ബി എ ബി ആവുന്ന കേസ്, അതായത് മാക്സിമം എ ഡോട്ട് ബിന്റെ വാല്യൂ മാക്സിമം ആവുന്ന കേസ് എന്ന് പറയുന്നത് തീറ്റ സീറോ ആവുന്ന കേസാണ്. അതായത് തീറ്റ സീറോ ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് കിട്ടാം? കോസ് തീറ്റ 1 ആണ് എന്ന് കിട്ടാം. കോസ് തീറ്റന്റെ മാക്സിമം വാല്യൂസ് 1 ആണ്. അപ്പം കോസ് തീറ്റന്റെ മാക്സിമം വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ ഡോട്ട് ബിന്റെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടർ തന്നിട്ടുണ്ട്. കൺസിഡർ എ ആൻഡ് ബി വെക്ടർ തന്നിട്ടുണ്ട്. എ വെക്ടർ എന്ന് പറയുന്നത് എ പ്ലസ് ജെ മൈനസ് കെയും ബി വെക്ടർ എന്ന് പറയുന്നത് എ മൈനസ് ജെ പ്ലസ് കെയുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ഈ ക്വസ്റ്റ്യൻ എന്താ? എ ഡോട്ട് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് എ ഡോട്ട് ബി കണ്ടുപിടിക്കുക? ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ സ്കെയിലർ കമ്പോണൻസ് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലാ ഇവിടെ എങ്ങനെയാ? ഇവിടുത്തെ വണ്ണും മൈനസ് വണ്ണും ആണ്. അതേപോലെ ഇവിടുത്തെ വണ്ണും മൈനസ് വണ്ണും വണ്ണും ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആൻസർ കിട്ടും. അതായിരിക്കും എന്താണ്? എ ഡോട്ട് ബി എന്ന് പറയുന്നത്. ഇനി ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ? അതായത് എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ഡോട്ട് ബി നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എ വൺ ഇൻറ്റു എ ടു പ്ലസ് ബി വൺ ഇൻറ്റു ബി ടു പ്ലസ് സി വൺ ഇൻറ്റു സി ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഡോട്ട് ബി കിട്ടും. ഇവിടുത്തെ എ വണ്ണും എ ടു ഒക്കെ ഏതാ? എ വൺ എന്താ? വൺ ആണ്. ഇ ടു എന്താണ്? വൺ ആണ്. ബി വൺ എന്ന് പറയുന്നത് വൺ ആണ്. ബി ടു എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. ആൻഡ് സി വൺ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. സി ടു എന്ന് പറയുന്നത് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു മൈനസ് വൺ പ്ലസ് മൈനസ് വൺ ഇൻറ്റു വൺ എന്ന് പറയും. അതായത് നമുക്ക് ആൻസർ കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വൺ ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്നത് ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമുക്കറിയാം എന്താണ്? cos theta is equal to a dot b divided by magnitude of a into magnitude of b ആണ്. a dot b നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് എന്താണ്? മൈനസ് വൺ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിച്ചാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൺ സ്ക്വയർ പ്ലസ് മൈനസ് വണ്ണിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും വൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 3 എന്ന് കിട്ടും. ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് മൈനസ് വണ്ണിന്റെ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ, അത് നമുക്ക് എന്താണ് കിട്ടും? റൂട്ട് 3 എന്ന് കിട്ടും. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്താണ് ആക്ച്വലി? അത് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? അത് 3 ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇനി കോസ് തീറ്റ കണ്ടുപിടിക്കാമല്ലോ. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? എ ഡോട്ട് ബി നമുക്കറിയാം മൈനസ് വൺ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, 3 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് മൈനസ് 1/3 ആയിരിക്കും. കോസ് ഇൻവേഴ്സ് മൈനസ് 1/3 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എ വെക്ടർ, നമുക്ക് വെക്ടർ തന്നിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ വെക്ടർ എന്ന് പറയുന്നത്? എ ഈസ് ഈക്വൽ ടു ഐ മൈനസ് ജെ മൈനസ് 3 കെ ആണ്. ബി എന്ന് പറയുന്നത് ഐ പ്ലസ് 3j മൈനസ് 5k ആണ്. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഷോ ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. എ മൈനസ് ബിയും എ പ്ലസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആവുന്ന കേസിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. അതായത് എ പ്ലസ് ബിയും എ മൈനസ് ബിയും 0 ആണോ എന്ന് നോക്കാം. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ചെയ്ത് നോക്കാം. എന്നിട്ട് അത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ മതി? ജസ്റ്റ് അതിന്റെ സ്കെയിലർ കമ്പോണൻസിനെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി എന്ന് പറയുന്നത് 6i പ്ലസ് 2j മൈനസ് 8k ആണെന്നും എ മൈനസ് ബി എന്ന് പറയുന്നത്
4i മൈനസ് 4j പ്ലസ് 2k ആണെന്ന് കിട്ടും. ഇനി അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ആണ്. അതായത് ഇവിടുത്തെ a1 എന്ന് പറയുന്നത് 6 ആണ്, b1 എന്ന് പറയുന്നത് 4 ആണ്, a2 എന്ന് പറയുന്നത് 2 ആണ്, b2 എന്ന് പറയുന്നത് -4 ആണ്, ആൻഡ് a3 എന്ന് പറയുന്നത് -8 ആണ്, b3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്താ ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. അതായത് a1 ഇൻറ്റു b1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 24 ആണ്, 2 ഇൻറ്റു -4 എന്ന് പറയുന്നത് -8 ആണ്, ആൻഡ് -8 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്, -16 ആണ്. അപ്പൊ നമ്മളിത് 24ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. 16 നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അതായത് a പ്ലസ് ബി ഡോട്ട് a മൈനസ് ബി എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പറയുന്ന രണ്ടും പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ എ ലൈൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, ഒന്നുമില്ല. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, എ എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, ഇത് ബി എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ ആണ് വിചാരിക്കാം. ഈ എ എന്ന് പറയുന്ന വെക്ടർ ബിയിലേക്ക് ഉണ്ടാക്കുന്ന അതിന്റെ ഷാഡോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയുന്ന വെക്ടറിന്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ഷാഡോ ഉണ്ടാക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ ബി എന്ന് പറയുന്ന വെക്ടറിലേക്ക് ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താടാ, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്താൽ മതി. ഇത് നേരെ തിരിച്ചാണെങ്കിലോ, അതായത് ഇവിടെ ബി വെക്ടറും ഇവിടെ എ വെക്ടറും ആണെങ്കിലോ, ബി വെക്ടർ എ വെക്ടറിലേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടോട്ടെ, എ ഡോട്ട് ബി അങ്ങനെ തന്നെ കിടന്നാൽ മതി. എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബീനെ നമ്മൾ മാറ്റി കൊടുത്തിട്ട് അവിടെ എ ആക്കി കൊടുത്താൽ മതി. അതായത് ഏതിലേക്കാണോ പ്രൊജക്ഷൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന വെക്ടർ ബിയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ എടുത്തു എ ഡോട്ട് ബി ഡിവൈഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എടുത്തു. ഇനി ബി എന്ന് പറയുന്ന വെക്ടർ എയിലേക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തു, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നായിരിക്കും നമ്മൾ എഴുതാം. ഓക്കെ, അത്രയുള്ള പ്രൊജക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, find the projection of a vector is equal to 2i plus 3j plus 2k on the vector b is equal to i plus 2j plus 3 plus k. ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. എ വെക്ടർ എ ഓൺ ബി ആണ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എ ഡോട്ട് ബി എങ്ങനെ ചെയ്യാം, എ ഡോട്ട് ബി ചെയ്യാൻ വേണ്ടിയിട്ട് a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ചെയ്താൽ മതി. അതായത് ഇവയുടെ കോഎഫിഷ്യൻസ് കമ്പോണൻസിനെ സ്കെയിലർ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എ ഡോട്ട് ബി കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എങ്ങനെ കണ്ടിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, കെന്റെ കോഎഫിഷ്യന്റ് 1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ബിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. നോക്കടാ, പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, പ്രൊജക്ഷൻ എ ഓൺ ബി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ വെക്ടറും ബി വെക്ടറും തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 2 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 1 ആണെന്ന് പറയാൻ പറ്റും. അതായത് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്, 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6, 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 പ്ലസ് 6 പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്, 10 ആണെന്ന് കിട്ടി. അതായത് എ ഡോട്ട് ബി 10 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്താണ്, ഇതിന്റെ കോഎഫിഷ്യൻസിന് എന്ത് ചെയ്താൽ മതി, കമ്പോണൻസിനെ സ്കെയിലർ കമ്പോണൻസിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയടാ, √6 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി എന്താണെന്ന് പറയാൻ പറ്റും. അതെന്താണ്, എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ √6 ആണ്. എ ഡോട്ട് ബി എന്ന് പറയുന്നത് 10 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് √6 ആണ്. അപ്പൊ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എന്ത് കിട്ടി, 10/√6 എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക് ആണ്, ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞിരുന്നത് എന്താണ്, ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നാൽ നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റയാണ്. സൈൻ തീറ്റയാണ്. അവിടെ നമുക്കൊരു വേറൊരു സാധനങ്ങൾ വരുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. എന്താണ്, എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് ഡയറക്ഷനെ കാണിച്ചു കൊടുക്കുന്നതാണ്. അതായത് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സ്കെയിലർ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത്
അവിടെ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഡയറക്ഷൻ പറയണം. കാരണം ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വെക്റ്റർ പ്രൊഡക്റ്റ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന് നമ്മൾ എപ്പോഴും ഡയറക്ഷൻ പറയും. സോ നമുക്ക് എ ഡോട്ട് ബി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ബി ടു തീറ്റ ഇൻറ്റു എൻ പറയാൻ പറ്റും. പക്ഷെ എൻ ക്യാപ്പിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വാല്യൂ ഒന്നുമില്ല. കാരണം എന്താ, അതൊരു യൂണിറ്റ് വെക്റ്റർ. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്റർ, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച്. ഓക്കെ, ഇനി എങ്ങനെ എ ഡോട്ട് ബി ചെയ്യാം? എ ഡോട്ട് ബി ചെയ്യാൻ സിമ്പിൾ ആണ്. നമ്മൾ ഡിറ്റർമിനൻസിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് എ എന്ന് പറയുന്ന വെക്റ്റർ a1i+b1j+c1k ആണ്. ബി എന്ന് പറയുന്ന വെക്റ്റർ a2i+b2j+c2k ആണെങ്കിൽ എ ഇൻറ്റു ബി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഡിറ്റർമിനൻസ് എഴുതുന്ന പോലെ എ ജെ കെ എന്ന് പറയുന്നത് നേരത്തെ എഴുതി കൊടുക്കുക. അതിന്റെ താഴെയായിട്ട് ഇതിന്റെ സ്കെയിലർ കമ്പോണൻസിന്റെയും സ്കെയിലർ കമ്പോണൻസ് എഴുതി കൊടുക്കാം. എന്നിട്ട് ഐയും ജെയും കെയും നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഐ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ റോയും കോളം മാറ്റി നിർത്താം. എന്നിട്ട് മറ്റ് രണ്ടെണ്ണത്തിനെയും ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് കിട്ടും? b1c2 മൈനസ് b2c1 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഐക്ക് പ്ലസ് എടുക്കുകയാണെങ്കിൽ ജെക്ക് നമ്മൾ മൈനസ് എടുക്കണം, കെക്ക് നമ്മൾ എന്തെടുക്കണം? പ്ലസ് എന്ന് എടുക്കണം. അപ്പൊ ഐക്ക് നമ്മൾ ഇവിടെ പ്ലസ് എടുത്ത സ്ഥിതിക്ക് ജെക്ക് നമ്മൾ എന്തെടുക്കണം? മൈനസ് എടുക്കണം. അപ്പൊ മൈനസ് ജെ ഇൻറ്റു എന്ത് കിട്ടും? മൈനസ് ജെ ഇൻറ്റു ജെനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ റോങ് കോളം നമ്മൾ മാറ്റിയേക്കാം. എന്നിട്ട് ബാക്കി നാലെണ്ണം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a1c2 മൈനസ് c1a2 എന്ന് കിട്ടും. എന്നിട്ടോ പിന്നെ പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ മൈനസ് എടുത്തു, ഇവിടെ പ്ലസ് എടുത്തു, ഇവിടെ പ്ലസ് എടുത്തു, ഇവിടെ മൈനസ് എടുത്തു. അഗൈൻ കെന്റെ ആണ് നമ്മൾ എന്തെങ്കിലും പ്ലസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് കെ ഇൻറ്റു കെന്റെ റോയും കോളം നമ്മൾ മാറ്റി നിർത്താം. എന്നിട്ട് a1 ഇൻറ്റു b2 മൈനസ് b1 ഇൻറ്റു a2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് പ്രൊഡക്റ്റ് കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ക്രോസ് പ്രൊഡക്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് കിട്ടുക നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? എ ക്രോസ് ബി 0 ആവണമെന്നുണ്ടെങ്കിൽ തീറ്റ 0 ആവണം. ഓക്കെ, എ ക്രോസ് ബി 0 ആവണമെന്നുണ്ടെങ്കിൽ തീറ്റ 0 ആണോ? അതെങ്ങനെയാ? എ ക്രോസ് ബി 0 ആവണമെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ 0 ആയാൽ മതി. സൈൻ തീറ്റ എപ്പോഴാണ് 0 ആകുക? സൈൻ തീറ്റ 0 ആവണമെന്നുണ്ടെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താണ്? 0 ആകണം. അതായത് രണ്ട് വെക്റ്റർ തന്നു, എയും ബിയും തന്നു. അത് 0 ആവണം എന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ 0 ആവണം. അഥവാ എയും ബിയും പാരലലോ അല്ലെങ്കിൽ കൊളീനിയർ വെക്ടേഴ്സോ ആവണം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ക്രോസ് ബി 1 ആവുന്ന കേസാണ്. അതായത് എ ക്രോസ് ബി 1 ആവുന്ന കേസ് എന്ന് പറയുന്നത് എ ക്രോസ് ബി 1 ആവുന്ന കേസല്ല കേട്ടോ, സോറി. എ ക്രോസ് ബി എ ഇൻറ്റു ബി ആവുന്ന കേസാണ് കേട്ടോ. എ ബി ആവുന്ന കേസാണ്. അതായത് സൈൻ തീറ്റ 1 ആവുന്ന കേസാണ്. സൈൻ തീറ്റ 1 ആവണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. എ ക്രോസ് ബി എന്ന് പറയുന്നത് ആക്ച്വലി എ ബി ആവുന്ന കേസാണ്. അതായത് സൈൻ തീറ്റ 1 ആവുന്ന കേസാണ്. സൈൻ തീറ്റ 1 ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും മതി? തീറ്റ 90 ഡിഗ്രി ആയാൽ മതി. തീറ്റ 90 ഡിഗ്രി ആയാൽ മതി. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മാർക്ക് ചെയ്യണേ. എ ഡോട്ട് ബി എ ക്രോസ് ബി എ ബി ആവുന്ന കേസാണ്. അതായത് സൈൻ തീറ്റ 1 ആവുന്ന കേസാണ്. സൈൻ തീറ്റ 1 ആവുന്ന കേസ് എന്ന് പറയുന്നത് തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്താണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ക്രോസ് പ്രൊഡക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ. ഫൈൻഡ് a unit vector perpendicular to each of the vector a plus b and a minus b where a is equal to i plus j plus k and b is equal to i plus 2j plus dk ആണ്. അതായത് യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് യൂണിറ്റ് വെക്റ്ററിന്റെ പ്രത്യേകത? എന്താ? which is perpendicular to each a plus b and a minus b. a plus b യോടും a minus b യോടും പെർപെൻഡിക്കുലർ ആവണം. അതായത് നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ a എന്ന് പറയുന്ന വെക്റ്റർ, b എന്ന് പറയുന്ന വെക്റ്റർ, ഈ രണ്ട് വെക്റ്ററിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ a ക്രോസ് b ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്റ്റർ ഉണ്ടല്ലോ, നമുക്ക് ഒരു ആൻസർ കിട്ടുന്ന വെക്റ്റർ, ആ വെക്റ്റർ a നോടും b നോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് e എന്ന് പറയുന്ന വെക്റ്ററിനെ നമ്മൾ b എന്ന് പറയുന്ന വെക്റ്ററിനോട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വെക്റ്ററിനോടും ബി എന്ന് പറയുന്ന വെക്റ്ററിനോടും ബോത്ത് രണ്ട് വെക്റ്ററിനോടും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കും നിങ്ങൾ. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദി വെക്റ്റർ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്ററിനെ കിട്ടും. പിന്നീട് നമ്മൾ അതിന്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കണം. എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, ചെയ്ത് നോക്കാം അല്ലെ. നോക്കണം, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുക, ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുക, ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുക. അതായത് 2i plus 3j plus 4k എന്ന് കിട്ടും. എ മൈനസ് ബി കണ്ടുപിടിക്കാൻ എന്റെ കമ്പോണൻസിനെ ബിയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മൈനസ് ജെ മൈനസ് 2k എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇനി നമ്മൾ എ പ്ലസ് ബിനെ എ പ്ലസ് ബിയും എ മൈനസ് ബിയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യണം. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ?
എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും രണ്ടിനോടും എന്താ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഇട്ടുള്ളൂ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് വേണം ഇതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഐയും ജെയും കെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഇടാം. എന്നിട്ട് അതിന്റെ താഴേക്ക് എ പ്ലസ് ബിന്റെയും എ മൈനസ് ബിന്റെയും സ്കെയിലർ കമ്പോണൻസിനെ നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ഐ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് അതിന്റെ റോയും കോളം നമ്മൾ പുറത്തേക്ക് എന്നിട്ടോ എന്നിട്ട് 3 ഇൻറ്റു -2 -1 ഇൻറ്റു 4 ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -2 ആയി എന്നിട്ടും. ഇനിയോ മൈനസ് ജി, ഇവിടെ പ്ലസ് എടുത്തു, ഇവിടെ മൈനസ് എടുത്തു, ഇവിടെ പ്ലസ് എടുക്കുക, അഗെയിൻ പ്ലസ് എടുക്കാം. അപ്പോൾ -2 സോറി ജെ എടുക്കുന്ന സമയത്ത് മൈനസ് ജെ എന്ന് കൊടുക്കണം. മൈനസ് ജെ, ജെന്റെ കോളം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ 2 ഇൻറ്റു -2 ദാറ്റ് ഈസ് -4 ആണ്. 4 ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ -4 -0 ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ജെയിൻ്റെതും മൈനസ് ആണ്, 4ന്റെ മൈനസ് ആണ്. അപ്പോൾ ജെ ഇൻറ്റു 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലസ് ആവും കേട്ടോ. മൈനസും കൂടി പ്ലസ് ആവും. ദെൻ നമുക്ക് എന്ത് കിട്ടും? +4j എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കെന്റെ അഗെയിൻ പ്ലസ് എടുക്കും. അപ്പോൾ +k ഇൻറ്റു എന്ത് കിട്ടും? കെന്റെ റോവും കോളം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻറ്റു -1 അതായത് -2 എന്നിട്ടും -0 ഇൻറ്റു 3 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ -2 എന്നിട്ടും. അപ്പോൾ +k ഇൻറ്റു -2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും -2k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? എ പ്ലസ് ബിന്റെയും എ മൈനസ് ബിന്റെയും ക്രോസ് പ്രോഡക്റ്റ് കിട്ടി. ആ ക്രോസ് പ്രോഡക്റ്റ് പ്രത്യേകത എന്തായിരിക്കും? ഈ കിട്ടിയ വെക്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രണ്ട് എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ വെക്ടറിനെ നമ്മൾ സി വെക്ടർ എന്ന് വിളിച്ചു. ഈ വെക്ടറിനെ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു, ദാറ്റ് സി വെക്ടർ ആണെന്ന് വിളിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബിനെയും എ മൈനസ് ബിനെയും ക്രോസ് ചെയ്ത് കിട്ടിയ പ്രൊഡക്റ്റ് നമ്മൾ സി എന്ന് വിളിച്ചു എന്നുണ്ടെങ്കിൽ സി വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇനി നമുക്ക് അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആണ് എ മൈനസ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എ പ്ലസ് ബിനോടും എ മൈനസ് ബിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സി വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. സിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ സി വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ എന്ന് വിളിച്ചാൽ മതി. സി വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ്? -2i + 4j - 2k ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? √(-2² + 4² + -2² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാ? √24 എന്ന് കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ളത് -2i ഡിവൈഡഡ് ബൈ √24 + 4j divided by √24 and -2k divided by √24 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്രോസ് പ്രൊഡക്റ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. പാരലലോഗ്രാമിന്റെയും ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ്. എങ്ങനെ കണ്ടുപിടിക്കുക? പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി, അതായത് ഒരു പാരലലോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്തു. അതിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് എയും ബിയും ആണ് എന്നുണ്ടെങ്കിൽ, എ വെക്ടറും ബി വെക്ടറും ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണ്. അതേപോലെ തന്നെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എയും ബിയും തന്നിട്ടുണ്ട്. എയും ബിന്റെയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ എനെയും ബിനെയും ക്രോസ് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പകുതിയായി ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, പാരലലോഗ്രാമിനെ നമ്മൾ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇതിന്റെ ഏരിയന്റെ പകുതി എടുത്താൽ പോലെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് പാരലലോഗ്രാം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാലോ. ഒരു ക്വസ്റ്റ്യൻ നോക്കണം. കൺസിഡർ ദി ട്രയാങ്കിൾ എ ബി സി വിത്ത് എ തന്നിട്ട് എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ്, സി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബിയും എ സിയും കണ്ടുപിടിക്കാനാണ്. എ ബിയും എ സിയും കണ്ടുപിടിക്കാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ജോയിന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയും ബിയും കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ അല്ലേടാ. എയും ബിയും കൺസിഡർ ചെയ്യാം. എന്നിട്ട് ബി x2 മൈനസ് ഇത് x2 y2 z2ഉം x1 y1 z1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. x2 മൈനസ് x1 എന്തായിരുന്നു? x2 മൈനസ് x1 i പ്ലസ് y2 മൈനസ് y1 j പ്ലസ് z2 മൈനസ് z1 k ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊസിഷൻ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സിന്റെ ഇക്വേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? എ ബിയും കിട്ടും, അങ്ങനെ തന്നെ എ സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രയാങ്കിൾ എ ബി സി കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ? ഒരു ട്രയാങ്കിൾ എ ബി സി ആണ് എന്നുണ്ടെങ്കിൽ എ ബിയും നമ്മൾ കണ്ടുപിടിച്ചു, എ സിയും നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എ ബിന്റെയും എ സിന്റെയും വെക്ടറിനെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടുമല്ലോ. ഓക്കെ, ചെയ്ത് നോക്കാം. നോക്കടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
എ ബിയും എ സിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താണ് x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1g പ്ലസ് z2 മൈനസ് k ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടുത്തെ x2 x1 എന്താണ് x2 x1 എന്ന് പറയുന്നത് x2 എന്താ x2 മൈനസ് 1 ആണ്. x1 എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് y1 എന്ന് പറയുന്നത് 0 ആണ്. y2 എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ z2 എന്ന് പറയുന്നത് 4 ആണ്. z1 എന്ന് പറയുന്നത് 3 ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ബി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? -2i മൈനസ് ജെ പ്ലസ് കെ എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ എ സി നമുക്ക് അതേ പാറ്റേണിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ സമയത്ത് നമ്മളിതിന് ഈ സീന് എന്തെടുക്കണം? x2 y2 z2 എടുക്കണം. അതേപോലെ തന്നെ ബിന് x1 y1 z1 എന്ന് എടുക്കണം. അപ്പൊ നമുക്ക് എ സി എന്ത് കിട്ടും? -1 മൈനസ് ജെ മൈനസ് കെ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ആയി. ഇനി ബി ക്വസ്റ്റ്യനിലെ ആൻസർ നോക്കണം. ബി ക്വസ്റ്റ്യനിലെ ആൻസർ സിമ്പിൾ അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ സി ഒരു ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എ ബി സി എന്ന് പറയുന്ന പോയിന്റ്സ് ആണെങ്കിൽ എ ബിയും എ സിയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ എ സി ക്രോസ് എ ബി ക്രോസ് എ സി ചെയ്ത് നോക്കാം. എ ബി ക്രോസ് എ സി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? 3i മൈനസ് 3j പ്ലസ് 0k എന്ന് കിട്ടും. 0k എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോട്ടോ. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാം. അതിന്റെ സ്കെയിലർ കമ്പോണൻസിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മുടെ സ്കെയിലർ കമ്പോണൻസ് ഏതൊക്കെയാണ്? -3ഉം +3ഉം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് √3² പ്ലസ് -3ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? 3 സ്ക്വയറും -3ന്റെ സ്ക്വയറും രണ്ടും എന്താണ്? 9 ആണ്. അപ്പൊ 9 + 9 നമുക്ക് √18 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി അതിന്റെ പകുതി എടുക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ മാഗ്നിറ്റ്യൂഡിന്റെയും പകുതി എടുക്കണം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടിയടാ? √18 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇനി പാരലലോഗ്രാമിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് അവസാനിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പാരലലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ നോക്കണം. ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലലോഗ്രാം whose adjacent sides are given by the vectors A is equal to 3i plus j plus 4k ആണ്. ബി എന്ന് പറയുന്നത് i minus j plus k ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? adjacent sides of a parallelogram. പാരലലോഗ്രാമിന്റെ അടുത്തടുത്ത് കാണപ്പെടുന്ന സൈഡ്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എ ക്രോസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. എ ക്രോസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പാരലലോഗ്രാമിന്റെ ഏരിയ കിട്ടും. അപ്പൊ ചെയ്ത് നോക്കാലോ. നോക്കടാ, എ വെക്ടർ തന്നിട്ടുണ്ടായിരുന്നു എന്താണ്? 3i plus j plus 4k ആണ്. ബി വെക്ടർ തന്നിട്ടുണ്ടായിരുന്നു i minus j plus k ആണ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ ക്രോസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ആദ്യം കണ്ടുപിടിക്കാമല്ലോ. എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഡിറ്റർമിനൻസ് കണ്ടുപിടിച്ച പോലെ i into 1 i into അപ്പൊ ഇത് പോകും. എന്നിട്ട് 1 into 1 1 ആണ്. -4 into 4 എന്ന് പറയുന്നത് -4 ആണെന്ന് കിട്ടും. ഓക്കെ, -4 ആണെന്ന് കിട്ടും. ഇനിയോ മൈനസ് ഇവിടെ -4 ആണ് കേട്ടോ വരിക. ഇനി സോറി 1 മൈനസ് -4 എന്ന് കിട്ടും. 1 മൈനസ് -4 എന്ന് കിട്ടും. 1 മൈനസ് -4 എന്ന് പറയുമ്പോൾ അതെന്താവും? 1 + 4 ആകും. മൈനസ് ഇവിടെ പ്ലസ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് എടുക്കണം. അഗെയിൻ കെന്റെ അവിടെ പ്ലസ് എടുക്കണം. അപ്പൊ ജെന്റെ അവിടെ മൈനസ് എടുക്കുമ്പോൾ -j ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1 3 തന്നെയാണ്. മൈനസ് 4 ഇൻറ്റു 1 നമുക്ക് 4 തന്നെ കിട്ടും. അപ്പൊ -j ഇൻറ്റു 3 - 4 എന്ന് കിട്ടും. പ്ലസ് k ഇൻറ്റു -3 -1 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ അത് കിട്ടും. 5i plus j minus 4k എന്ന് നമുക്ക് എ ക്രോസ് ബിയുടെ ആൻസർ കിട്ടും. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താ? സിമ്പിൾ അല്ലേ? മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെയൊക്കെ സ്കെയിലർ കമ്പോണൻസിന്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √5² + 1² പ്ലസ് -4ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5² എന്താണ്? 25 പ്ലസ് 1² 1 തന്നെയാണ്. അപ്പൊ 26 ആയി. പിന്നെ 26ലേക്ക് 4ന്റെ സ്ക്വയർ അതായത് 16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? √42 എന്ന ആൻസർ കിട്ടും. ദിസ് ഈസ് ദി ഏരിയ ഓഫ് പാരലലോഗ്രാം. എന്താണ്? പാരലലോഗ്രാമിന്റെ ഏരിയ കിട്ടി എന്താണ്? √42 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോ ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.